അതേ അവസരത്തിൽ അള്ളാന്റെ കലാമിൽ അട്ടിമറി നടത്തുന്നവർക്കെതിരെ, അള്ളാന്റെ കലാമിലില്ലാത്ത ആശയം നൽകുന്നവർക്കെതിരെ ഒരു വേദനയും നമ്മുടെ മനസ്സിൽ തോന്നുന്നില്ല, അവരോടൊരു വെറുപ്പും തോന്നുന്നില്ല. അതൊക്കെ എല്ലാവരും അവരെ ആശയം അനുസരിച്ച് അങ്ങനെ കഴിഞ്ഞോട്ടെ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ സുഖമായിട്ട് നടക്കുകയാണോ? ഈമാനിന് എവിടെയോ തകരാറുണ്ട്. ചിന്തിക്കണം. ഇസ്ലാം വിരുദ്ധ കക്ഷികളുടെ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അകത്തുനിന്ന് ഇതിനെ നശിപ്പിക്കുന്ന, ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശിർക്കിന് തെളിവുണ്ടാക്കുന്ന അത്തരത്തിലുള്ള ഏത് കക്ഷികളോടും അവരെ യഥാർത്ഥമായ പ്രമാണങ്ങൾ കൊണ്ട് പിടിച്ചു കെട്ടേണ്ട കാലഘട്ടമാണിത്. അത് നമ്മൾ മനസ്സിലാക്കണം, അതിന് അറിവ് നേടണം, യഥാർത്ഥമായ വ്യാഖ്യാനങ്ങൾ എന്താണെന്ന് പഠിക്കണം. അതാണ് ഖുർആൻ ക്ലാസുകളുടെ പ്രസക്തി. ഖുർആന്റെയും ഹദീസുകളുടെയൊക്കെ ക്ലാസുകൾ ഇതുപോലെയുള്ള സെന്ററുകൾ നടക്കുന്നില്ലേ? ഒഴിവില്ലെങ്കിലും ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അള്ളാന്റെ കലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും സ്വഹാബത്തിന്റെ ചരിത്രവുമൊക്കെ പഠിപ്പിക്കപ്പെടുന്ന അത്തരത്തിലുള്ള മഹാവേദികളിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നിട്ടില്ലെങ്കിൽ കടന്നു വരണം എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അറിവാണ് ഏറ്റവും വലിയ മുത്ത്, അറിവാണ് ഏറ്റവും വലിയ ആയുധം. ആ ആയുധമാണ് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേടിയെടുക്കുക അറിവ്. ആ അറിവ് നേടിയെടുത്ത് അത് നിലനിൽക്കാൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ച് ആ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സാലിഹീങ്ങളായി, മുത്തഖീങ്ങളായി, വിശ്വാസികളായി ജീവിച്ചു മരിച്ചുപോയാൽ മാത്രമേ പരലോക രക്ഷയുണ്ടാവുകയുള്ളൂ. പരലോക രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നാം. അതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ പടച്ചതമ്പുരാനോട് നമുക്ക് എന്ത് വേണം? കൂറ് വേണം. അദ്ദീനു അന്നസീഹ, മതം എന്ന് പറയുന്നത് ഗുണകാംക്ഷ പുലർത്തലാണ്. അള്ളാഹിനോട്, റസൂലിനോട്, അവന്റെ കിതാബിനോട്, അതുപോലെ തന്നെ മുസ്ലിം പൊതുജനങ്ങളോട്, നേതാക്കളോട്, എല്ലാവരോടും ഗുണകാംക്ഷയും അതുപോലെ തന്നെ ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതകളും നിറവേറ്റതുണ്ട്. അതൊക്കെ എനിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമല്ല. മൗലൈമാരെന്തൊക്കെയോ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, മുസ്ലിയാക്കന്മാരെന്തൊക്കെയോ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, മറ്റേ കൂട്ടർ എന്തൊക്കെയോ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്, വേറെ കൂട്ടർ അതിന് മറുപടി ഇപ്പുറത്തും എഴുതുന്നുണ്ട്. ഞാനൊരു ബിസിനസ് മാൻ, എനിക്ക് ബിസിയാണ്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഇതിനൊക്കെ താല്പര്യമുള്ള ഒരു കൂട്ടര് അവരിങ്ങനെ കച്ചറുണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും, ഞാൻ എല്ലാവരെയും അളിയനാ, ഞാൻ എല്ലാവരെയും അളിയാക്കാൻ, എനിക്കെല്ലാവരും വേണം. ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമുള്ള സുഹൃത്തെ. ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഇത് നമ്മുടെ ബാധ്യതയാണ്, ദീനാണ്, ദീന് പഠിക്കണം. അതിന് കുറച്ച് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ച് സത്യത്തിന്റെ പാതയോടൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ വേണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കണേ. ഇസ്ലാമിന് അത് നിർബന്ധമുണ്ട്. സത്യസന്ധരായ ആളുകളുടെ കൂടെ നിൽക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ഊർജം ചെലവഴിക്കാൻ ആവേശമുള്ള നല്ലവരിൽ അർഹമർ റഹീമീനായ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്ലാമികമായ ആശയങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം അർഹമർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد.